രണ്ട് സ്ലീവും അടിച്ചിട്ടുണ്ട് പഫ് വെച്ച്. അതേപോലെ തന്നെ 2 ലൂപ്പും അടിച്ചത് മറിച്ചിട്ടിട്ടുണ്ട്. നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇതേപോലെ ഫ്ലീറ്റിട്ട് നമ്മൾ ഫ്രില്ലിനുള്ള പീസും അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ജോയിൻ ചെയ്ത് 2 പീസ് ഒരു വശത്തേക്ക് 2 പീസ് അടുത്ത വശത്തേക്കുമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ബോഡി പീസിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ആദ്യം സ്ലീവ് ജോയിൻ ചെയ്യാം. ഈ കഴുത്ത് നമുക്ക് ഇപ്പം ഞാൻ ഇത് ഇങ്ങനെ മറിച്ചടിച്ചേക്കല്ലേ, ഈ ഫ്രില്ല് പോലെ ഉള്ള പീസ് റൗണ്ടിൽ എടുത്തിട്ട്, ഫ്രില്ലില്ല റൗണ്ടിലുള്ള പീസ് എടുത്തിട്ട് മറിച്ചിട്ടല്ലേ കാണിച്ചത്. അതിന് പകരം ഇവിടെ നമുക്ക് പൈപ്പിംഗ് വെച്ച് മടിക്കാവുന്നതാണ്. ഈ ബാക്കിൽ ഇങ്ങനെ പൈപ്പിംഗ് വെച്ചേക്കണ പോലെ ഇതിപ്പോൾ ബാക്കിൽ നമ്മൾ നല്ല വശത്തേക്ക് പൈപ്പിംഗ് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കല്ലേ ഇത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ചീത്ത വശത്ത് പൈപ്പിംഗ് വെച്ചടിച്ചിട്ട് നല്ല വശത്തേക്ക് ഫ്രണ്ടിലേക്ക് വന്ന രീതിയിൽ പൈപ്പിംഗ് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ മറിച്ചിടേണ്ടി വരില്ല. ഈ ബോഡി പീസിൽ ഈ റൗണ്ട് പീസ് വെച്ച് അടിച്ച് ലേസൊക്കെ പിടിപ്പിച്ചതിന് ശേഷം പൈപ്പിംഗ് വെച്ചാൽ മതി. അങ്ങനെയും ചെയ്യാം. ഈ സ്ലീവിൻ്റെ സെൻറ്റർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കി ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് ഈ സെൻറ്ററിൽ നിന്ന് വേണം 2 വശത്തേക്ക് നമുക്ക് പകുതിയായിട്ട് അടിച്ചെടുക്കാൻ. തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടി അടിക്കാം. ഷോൾഡർ എത്തി അടുത്ത വശം അടിക്കാം. ഷോൾഡർ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക കറക്റ്റായിട്ട് സ്ലീവ് വന്നിട്ടുണ്ടോ. സ്ലീവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പ്ലീറ്റും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും ഒരടി കൂടി ഷോൾഡർ വേണം. ഒരു സ്ലീവ് അടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കിട്ടും. അടുത്ത സ്ലീവ് അടിക്കാം.
ഇതേപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെച്ചടിക്കുക. ഇതുപോലെ സ്ലീവ് കിട്ടുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കണം കറക്റ്റായിട്ട് വന്നതോന്ന്. ഷോൾഡർ എത്തി. അടുത്ത വശവും ഇതുപോലെ തന്നെ നോക്കുക. ഇതിപ്പോൾ ഒരു ശകലം കുറവാണ്. അപ്പം നമ്മളിവിടെ ഒരു പ്ലീറ്റ് നമ്മളിട്ടത് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. അത് കൂടുതലാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പ്ലീറ്റ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. കണ്ട കറക്റ്റായിട്ട് കിട്ടി. വീണ്ടും തിരിച്ച് വെച്ച് ഒരടി കൂടി നോക്കാം. സ്ലീവ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രില്ല് പിടിപ്പിക്കാം. നല്ല വശവും കൂടി ഇങ്ങനെ വയ്ക്കുക. അതിന് മുന്നേ ഈ ഫ്രില്ല് നമുക്കിവിടെ കറക്റ്റായിട്ട് ഒപ്പം കിട്ടുന്നുണ്ടോ എന്നും കൂടി നോക്കണം. താഴത്തെ വശത്ത് ഫ്രില്ല് കറക്റ്റായിട്ടാണോ കിട്ടണതെന്നും കൂടി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ വന്നിട്ടുണ്ട്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഇടയ്ക്ക് ഗ്യാപ്പുള്ളടത്ത് ഇങ്ങനെ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ കുറവാണെങ്കിൽ ഒരു സ്റ്റിച്ചൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് വയ്ക്കുക. 5 കൊണ്ടിട്ട് അടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരടിയും കൂടി അടിക്കണമെങ്കിൽ അടിക്കുക.
എല്ലാവരും ഈ ഫ്ലീറ്റ് പെട്ടെന്ന് വിട്ടുപോകുമെന്ന് പറയാറുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഒരടിയല്ലേ അടിക്കുള്ളൂ. നമ്മൾ 2 അടിയൊക്കെ അടിച്ച് കൊടുത്താൽ പെട്ടെന്നത് വിട്ടുപോകില്ല. എന്നിട്ട് ഇതിനെ ഈ തയ്യൽ തുമ്പിനെ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് ഇവിടെ ഒരു അടി കൊടുക്കും. ഒരു വശത്ത് ഫ്രില്ല് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത വശം നമ്മൾ ഫ്രണ്ടിലത്തെ ഫ്രില്ലാണ് പിടിപ്പിച്ചത്. ഇപ്പോൾ ബാക്ക് വശമാണ്. ഇതേപോലെ തന്നെ ഒരറ്റത്തു നിന്ന് തന്നെ വയ്ക്കുക. ഒരറ്റത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് അടിച്ച് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അതുകൂടി അടിച്ച് തരിക. ഇപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടെ അടിച്ച് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വേസ്റ്റിലാണ് നമ്മൾ ഈ ലൂപ്പ് വെച്ച് കൊടുക്കുന്നത്. ഷേപ്പ് ചെയ്ത് കെട്ടാനുള്ള ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അത് ഇവിടെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. വേസ്റ്റ് ലൈനിൽ അടിച്ചു പോകും. ഇനി ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിട്ട് അടിക്കുക. ഫ്രില്ലിൻ്റെ ഭാഗം ഒപ്പം വെച്ചടിക്കുക. ഇതേപോലെ തന്നെ അപ്പുറവും വശവും അടിക്കുക. ഇപ്പം നമ്മൾ 2 വശവും അടിച്ചിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞു. ഫ്രോക്ക് നൈറ്റി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 വശവും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്.